2026 നമ്മൾ എത്തി നിൽക്കുകയാണ്. ലോകം മൊത്തം മാറി, AI വന്നു, ടെക്നോളജി മാറി. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. മാസം അവസാനം അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ ഉള്ളൊരു സങ്കടം. ജോലി കിട്ടിയവരാട്ടെ, ബിസിനസ് ചെയ്യുന്നവരാട്ടെ, നമുക്ക് എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്റെ പൈസയൊക്കെ ഇത് എവിടെയാ പോകുന്നതെന്ന്. നമുക്കിന്ന് 2026 പറ്റിയ ഒരു സിമ്പിൾ ഫൈനാൻഷ്യൽ റോഡ് മാപ്പ് നോക്കാം. വലിയ എക്കണോമിക്സും കാര്യങ്ങളും ഒന്നുമല്ല, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന 4 ഈസി സ്റ്റെപ്പുകൾ. ലെറ്റ്സ് ഡൈവ് ഇൻ. Hello and welcome back to NTFin Academy. This is Elizabeth. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ദ 2026 ബഡ്ജറ്റ് റൂൾ എന്ന് പറയുന്നതാണ്. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ 50-30-20 റൂളാണ്. 2026 വിലക്കയറ്റമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ്. എലിസബത്ത് വാറൻ എന്ന് പറയുന്ന ഒരു ഓതർ എഴുതിയ ഒരു ബുക്കിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ 50-30-20 റൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ 50-30-20 റൂൾ എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ചിലവുകൾ നമ്മൾ 50-30-20 എന്ന രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ 50-30-20 റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 50 എന്ന് പറയുന്ന നമ്മുടെ നീഡ്സ്, നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതി മാത്രം വീട്ടുവാടക, കറണ്ട് ബില്ല്, ആഹാരം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുക. അതായത് നമ്മുടെ നീഡ്സ്. 30% പുതിയ ഐഫോൺ വേണം, സിനിമയ്ക്ക് പോകണം, യാത്ര ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ 30% നമ്മൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ 50 ആയി, 30 ആയി. ഇനി 20 എന്ന് പറയുന്നത്, ഇത് നമ്മൾ മെയിൻലി നമ്മുടെ സേവിങ്സിലോട്ടും ഇൻവെസ്റ്റ്മെന്റ്സിലോട്ടും മാറ്റി വെക്കണം. ഇത് നിങ്ങളുടെ ഒരു കാണാത്ത പൈസ ആയിരിക്കണം. ഇപ്പൊ ശമ്പളം വരുന്ന ഉടനെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സേവിങ്സിലോട്ടോ നമ്മൾ മാറ്റി വെക്കണം. എനിക്കറിയാം എല്ലാവർക്കും ഈ 50-30-20 റൂൾ എന്ന് പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ 50% എങ്ങനെ എന്റെ ചെലവ് നിൽക്കുന്നത്, എനിക്ക് ഇതിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അതായത് 70-20-10 എന്ന രീതിയിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ 80-10-10 എന്ന രീതിയിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റൂളിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ആ രീതിയിലോട്ട് മാറ്റുക. അതായത് ബേസിക്കലി എന്തെങ്കിലും ഒരു തുക നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ വാണ്ട്സിനായിട്ട് നമ്മൾ ചെറുതായിട്ട് ചെലവ് ആക്കേണ്ടതുണ്ട്. നമ്മുടെ നീഡ്സിന്റെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അഡീഷണൽ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അഡീഷണൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂൾ അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ആകെ ഒരു കാര്യം നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഒരു റൂള് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ട് നടന്നു പോകും. ഇനി ഒരു പ്രോ ടിപ്പ് തരുവാണെങ്കിൽ, നിങ്ങൾ ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു മണി മാനേജ്മെന്റ് ആപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. അതായത് നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എവിടെയാണ് പൈസ പോകുന്നതെന്ന് മനസ്സിലാക്കും. അതിലൂടെ നമുക്ക് ഈ 50-30-20 റൂള് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഒരു ബഡ്ജറ്റിംഗ് റൂള് പ്രിപ്പയർ ചെയ്യാം. ഇതെല്ലാവർക്കും ഒരുപോലെ 50-30-20 എന്ന രീതിയിൽ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇനി നമ്മളൊരു സേഫ്റ്റിയാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യം ഈ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളുമായി ഇനി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാൻഡേറ്ററി ആയിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ടും ഒരു ഇൻഷുറൻസും നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 സേഫ്റ്റി നെറ്റുകളാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ എമർജൻസി ഫണ്ടാണ്. പെട്ടെന്ന് നമ്മുടെ ജോലി പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു, നിങ്ങളുടെ മാസ ചെലവിന്റെ ചുരുങ്ങിയതൊരു 6 മടങ്ങെങ്കിലും നമ്മൾ ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോ ആയിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകും. ഇനി ഇൻഷുറൻസ്. ഇപ്പൊ ഏജന്റ് പറയുന്ന പോലെ തന്നെ പൈസ തിരിച്ചു കിട്ടുന്ന പോളിസി അല്ല വേണ്ട, അതായത് മണി ബാക്ക് പോളിസി അല്ല വേണ്ട, ഒരു പ്യുവർ ആയിട്ടുള്ള ടേം ഇൻഷുറൻസും അതേപോലെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുക. യൂലിപ്പ് പ്ലാനുകൾ ഒഴിവാക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഷുറൻസിന് ഇൻഷുറൻസ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ്സിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കാണുക. ഇത് നിങ്ങളുടെ ഫാമിലിയുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ സേഫ് ആക്കും. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ദ 2026 ഇൻവെസ്റ്റ്മെന്റ് മിക്സ്. ഇനി പൈസ എങ്ങനെ വളർത്താം? 2026 നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആദ്യത്തെ ഇൻഡെക്സ് ഫണ്ട്സ് ആൻഡ് ETFs ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് കുറച്ച് ലോങ് ടേമിലേക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് ഗോൾഡ് ആണ്. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 5-10% വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഞാൻ ജ്വല്ലറീസ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ETFs അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോൺസ്, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്തെന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. വെൽത്ത് ബിൽഡ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ സ്റ്റോക്സ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് നമ്മളെ ഒരുപാട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്.
ഇനി ആണ് വേണ്ടത് ഡൈവേഴ്സിഫിക്കേഷൻ. എല്ലാം കൂടി ഒരു ബാസ്ക്കറ്റിലിട്ടില്ല, കുറച്ച് ബാങ്കിൽ, കുറച്ച് മ്യൂച്വൽ ഫണ്ട്സിൽ, കുറച്ച് സ്റ്റോക്സിൽ എന്ന രീതിയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് നമ്മളെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇതെല്ലാം പറഞ്ഞു വരുന്ന എല്ലാത്തിലും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണമെന്നല്ല, പതിയെ പതിയെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 4ാമത്തെ സ്റ്റെപ്പാണ് അവോയ്ഡ് ദിസ് 2026 സ്കാം. ഈ കാലത്ത് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും പ്രധാനമാണ് അത് പോകാതെ നോക്കുന്നത്. ഇപ്പോൾ ടെലിഗ്രാമിൽ വരുന്ന പോലെ തന്നെ ഡബിൾ റിട്ടേൺ തരുന്ന സ്കീമുകളിലൊന്നും വീഴാതിരിക്കുക. നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി അടുത്തത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൃത്യമായി അറിഞ്ഞ് ഉപയോഗിക്കുക. കടം വാങ്ങി ആഘോഷിക്കുന്ന നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതാക്കും. 2026 ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാതെ നമ്മുടെ എക്സ്പെൻസസ് ഒന്നും ട്രാക്ക് ചെയ്യാതിരുന്ന കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഈ കൊല്ലം ഒരു ചേഞ്ച് ഇല്ലാതാകും. പതിയെ നമുക്ക് സേവ് ചെയ്ത് തുടങ്ങാം. പിന്നീട് എമർജൻസി ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് എല്ലാം പുറകെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതിലൂടെ നമ്മുടെ ഭാവിയിലേക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്താൻ പറ്റും. ഈ ചെറിയ ചുവടുവെപ്പിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. See you on next video.